ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടത് ഒരു 2-3 months ആയെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാൻ ഇച്ചിരി കൺസിസ്റ്റൻസി കുറവുണ്ട്. ഇന്ന് അതുകൊണ്ട് 2 കൽപ്പിച്ച് വീഡിയോ എടുത്തു. ഇപ്പോൾ ഒരു 2 weeks ആയിട്ട് മോർണിംഗ് നടക്കാൻ പോകാറുണ്ട്. 6 മണിക്ക് ഇറങ്ങിയിട്ട് ഒരു 7 o'clock ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ചു വരും. ഏഴ് മണി ആയപ്പോഴേക്കും വീട്ടിലെത്തി. ഇനി ഒന്ന് പോയി ഫ്രഷ് ആവണം. നടക്കാൻ പോയി തുടങ്ങിയതിന് ശേഷം രാവിലെയാണ് കുളിക്കാറ്. ഇപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്ന സിറം ഇതാണ്, ഡെർംഡോക്കിൻ്റെ നയാസിനമൈഡ് സിറം. ഇത്രയും ദിവസവും വ്ളോഗ് എടുക്കാത്തതിൻ്റെ കാരണം ചെറിയ മടിയും പിന്നെ ഹാപ്പനിങ് ആയിട്ടൊന്നും നടക്കുന്നില്ല, അതാണ് മെയിൻ കാരണം. ഇന്നാണെങ്കിൽ ഈവനിങ് ഒന്ന് പുറത്തു പോകുന്നുണ്ട്. അനിയത്തിക്ക് കുറച്ച് ബുക്കും ബാഗും സാധനങ്ങളൊക്കെ മേടിക്കാനും ഉണ്ട്. അതുകൊണ്ടാണെന്ന് വ്ളോഗ് എടുക്കാനുള്ള മെയിൻ റീസൺ. ഇന്നാകെ ഇരുണ്ട കാലാവസ്ഥയാണ്, പുറത്ത് നല്ല മഴയും കാറ്റൊക്കെയാണ്. മുറി ഞാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഒരു സ്റ്റഡി റൂം പോലെ ആക്കിയേക്കാണ്. ഇതെൻ്റെ സിസ്റ്ററുടെ റൂമാണ്. അവൾ ഇവിടെ ഇരിക്കാറില്ല, അവൾ താഴെയാണ് കിടക്കാറ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ കുറച്ച് നാൾ ഞാൻ ഈ മുറി കയ്യേറിയിട്ടുണ്ട്. അവൾ ഇനിയിപ്പോൾ +1 അപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും നാളും ഞാൻ ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ മുറിയിലേക്ക് തിരിച്ചു പോകണം. കുറച്ച് അലങ്കോലായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ PSCക്ക് പഠിക്കുന്നുണ്ട്. അടുത്ത വർഷം ഒരു LDC വരുന്നുണ്ടല്ലോ, ആ LDCക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആദ്യം റാങ്ക് ഫയൽ വെച്ച് പഠിക്കാമെന്നാണ് വിചാരിച്ച്, പക്ഷേ എന്തോ അത് സെറ്റായില്ല. പിന്നെ ഞാൻ വിചാരിച്ചു സൈലത്തിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 17th. അപ്പോൾ അതിൽ ഞാൻ പോയി ജോയിൻ ചെയ്തു. നല്ല ക്ലാസ്സുകളാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് റിവിഷൻ മാത്രമേ ഉള്ളൂ. റിവിഷൻ ടെസ്റ്റ് ഉണ്ട്, വേറെ ക്ലാസ്സൊന്നുമില്ല. ഇന്നലത്തെ കുറച്ച് നോട്ട്സും ക്ലാസ്സും പെൻഡിങ് ഉണ്ട്, പിന്നെ അത് പഠിക്കാനും ഉണ്ട്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്യലാണ് ഇന്നത്തെ ടാസ്ക്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ആപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യോൾ പുംത. അതിനെക്കുറിച്ച് കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താ ആപ്പിൻ്റെ പേര് എന്നൊക്കെ. യോൾ പുംത എന്നാണ് അതിൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ഫ്രീ ആണ്. നമ്മൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അത് അവിടെ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ആ എക്സാമിന് വേണ്ടി പഠിക്കുന്ന കുറേ പേരെ കാണാൻ പറ്റും. അപ്പം നമുക്ക് പഠിക്കാൻ മോട്ടിവേഷൻ ഇല്ലാത്തവർക്കൊക്കെ അത് വെച്ചിട്ട് പഠിക്കാൻ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സായിട്ട് പഠിക്കണം എന്നാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അതിൽ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രാവിലെ പഠിക്കാനിരിക്കും, നൈറ്റ് വരെ അത് ഓൺ ചെയ്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് പഠിക്കുന്നത്. അത് നല്ല യൂസ്ഫുള്ളാണ്. അങ്ങനെ നോട്ട്സ് എഴുതി കഴിഞ്ഞു. പിന്നെ ക്ലാസ് കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നത് അത് കണ്ടു തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുവാണ്.
അങ്ങനെ പെൻഡിങ് ആയിട്ടുള്ള ക്ലാസ് നോട്ട്സൊക്കെ കഴിഞ്ഞു. പുറത്ത് നല്ല മഴ. ഇനി കണ്ട ക്ലാസ്സിൻ്റെ നോട്ട്സൊക്കെ പഠിക്കണം. 4 സബ്ജക്റ്റ് എനിക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് കെമിസ്ട്രിയാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഡെയിലി ക്ലാസ്സിലുള്ളത് പഠിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചേ പഠിക്കാനുള്ളൂ. അപ്പോൾ വേഗം തീരുന്നുണ്ട്. ഫസ്റ്റ് സബ്ജക്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ 1:30 പിന്നെ ഞാൻ വിചാരിച്ചു കഴിച്ചിട്ട് ബാക്കി പഠിക്കാമെന്ന്. കഴിച്ച് കഴിഞ്ഞ് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഒരു 10 മിനിറ്റത്തെ പരിപാടിയാണ്. Five minutes later. ഇനി ബാക്കിയുള്ള 3 സബ്ജക്റ്റുകൂടെ കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് നമുക്ക് 2 പേര് എടുക്കുന്നുണ്ട്. ഒന്ന് വൊക്കാബുലറിയും മറ്റേത് ഗ്രാമറും. ഇപ്പോൾ ഗ്രാമർ ക്ലാസ്സാണ് കഴിഞ്ഞത്. സോ ഞാൻ ഇപ്പോൾ ഗ്രാമറാണ് നോക്കണത്. ഡെയിലി ക്ലാസ്സിൽ ഒരുപാട് ടോപ്പിക്സുകളൊന്നും ഇല്ല. സോ അതുകൊണ്ട് തന്നെ വേഗം തീരുന്നുണ്ട്. അങ്ങനെ ഇംഗ്ലീഷ് കഴിഞ്ഞു. ഇനി അടുത്തത് ബയോളജിയാണ്. ഇന്ന് കണ്ട ബയോളജിയുടെ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. ക്ലാസ്സായിട്ട് കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അധികം നോട്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകെ ഒരുപാട് പഠിക്കാനുണ്ടാവും. ഇപ്പം എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ 3 സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ടു ഡു ലിസ്റ്റിലെ ലാസ്റ്റത്തെ ടാസ്ക്കാണ് റിവിഷൻ ടെസ്റ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഒരു വീക്ക് കഴിഞ്ഞു. ഇന്ന് സൺഡേ ആണ്. സോ നമുക്ക് റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ ഹെയർ നനഞ്ഞിരിക്കണമെന്ന് നോക്കണ്ട. ഇന്നൊരു സ്ഥലം വരെ പോകാനുള്ളതുകൊണ്ട് കേൾ ക്രീമൊക്കെ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുടി നനച്ചതാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്തൊരു 3-4 ക്വസ്റ്റ്യൻ ആയപ്പോഴേക്കും അനിയത്തി വന്നു. ഇന്ന് പോകാനുള്ളതല്ലേ, റെഡി ആവണില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ എക്സിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ പോയിട്ട് വന്നിട്ട് വേണം ബാക്കി ചെയ്യാൻ. പിന്നെ റെഡി വിത്ത് മീ വീഡിയോ ഒന്നും ചെയ്തില്ല കേട്ടോ. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ കുറേ വൈകി. ഈ കേൾ ക്രീമൊക്കെ തേച്ചിട്ട് കുറച്ച് സമയം പോയായിരുന്നു. മുടി ഉണങ്ങുമെന്ന് ചെറിയൊരു ഡൗട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം റെഡിയായി മുടി ഉണക്കാൻ നിൽക്കുക. ആദ്യം നമ്മൾ ബാഗ് വാങ്ങാനാണ് പോയത്. ബാഗ്, കുട, ചെരുപ്പ് ഇത് 3 മേടിച്ച്. പക്ഷേ ആ കടയിൽ ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. അവിടെ നിന്ന് ഇറങ്ങി സ്റ്റേഷനറി കടയിൽ എത്തിയപ്പോഴാണ് വ്ളോഗ് എടുക്കുന്ന കാര്യം ഓർത്തത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് ജോഗ്രഫിക്ക് വേണ്ടിയിട്ട്
2 മാപ്പും, ഇന്ത്യയുടെ മാപ്പും കേരളത്തിൻ്റെ മാപ്പും പിന്നെ ഒരു അറ്റ്ലസും, ഇതും 3 മേടിച്ചു. പിന്നെ കുറേ ആയിട്ട് വിചാരിച്ച ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ 3 പേർക്ക് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും വീടെത്തി. പിന്നെ ഫുഡ് കഴിച്ച് കുറേ നേരം കിടന്ന് ഉറങ്ങിയായിരുന്നു. ഇപ്പോൾ വ്ളോഗ് എടുക്കണത് ഒരു 10 മണി സമയത്താണ്. ഞാൻ ഈ കുപ്പി കുറേ പേരുടെ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം മുതലിങ്ങനെ ആഗ്രഹിക്കുന്നതാണ് എനിക്ക് മേടിക്കണമല്ലോ. പക്ഷെ ഓൺലൈനിലൊക്കെ ഞാൻ നോക്കി, എന്തോ അപ്പം മേടിക്കാൻ തോന്നിയില്ല. അപ്പം ഇന്ന് അവിടെ വെച്ച് ഇത് കണ്ടപ്പോൾ മേടിക്കാമെന്ന് ഓർത്തു. ഇതാണ് ഞാൻ പറഞ്ഞ മാപ്പ് അറ്റ്ലസും. ഇത് മേടിക്കണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈലത്തിലെ സാറാണ് പറഞ്ഞത്. അപ്പോൾ ജോഗ്രഫി പഠിക്കാൻ എന്തായാലും വേണം, പിന്നെ റാങ്ക് ഫയലും വേണം എന്നാണ് പറഞ്ഞത്. ഈ അറ്റ്ലസിന് അധികം റേറ്റ് ഒന്നുമില്ല, 90 സംതിങ്ങേ ഉള്ളൂ. ഒരുപാട് റേറ്റുള്ള അറ്റ്ലസും ഉണ്ട്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിവിടെ കാണാൻ പാകത്തിന് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഹുക്ക് മേടിച്ചിട്ടുണ്ട്. മേടിച്ചപ്പോഴേ മനസ്സിലാവണേ രണ്ടും 2 പിങ്കാണെന്ന്. എന്തായാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇന്ത്യയുടെ മാപ്പ് മാത്രമേ ഒട്ടിക്കണുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കേരളത്തിൻ്റെ ഒട്ടിക്കണുള്ളൂ. അങ്ങനെ എല്ലാം കഴിയുന്നോർത്തിരുന്നപ്പോഴാണ് ആലോചിക്കണേ റിവിഷൻ ടെസ്റ്റ് ചെയ്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇനി പോയി റിവിഷൻ ടെസ്റ്റ് ചെയ്യാം. 50 മിനിറ്റ് എന്തോ ഉണ്ട്, 1 മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. 45 ക്വസ്റ്റ്യനാണ് വരുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. സൈലത്തിൽ ഞാൻ ചേർന്നിട്ടുള്ള ഫസ്റ്റ് റിവിഷൻ ടെസ്റ്റാണിത്. മിക്കതും പഠിച്ചതാണ്, പക്ഷെ ചില സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആവും. നാൽപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസിൽ ഞാൻ 32 എണ്ണം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കൺഫ്യൂഷൻ വരണ കുറച്ചൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തു, പിന്നെ കുറച്ചൊക്കെ റോങ് ആയി. അങ്ങനെ ഫൈനലി നമ്മുടെ ടു ഡു ലിസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. കാര്യം ഇന്ന് ഇച്ചിരി തിരക്കുള്ള ദിവസമായിരുന്നെങ്കിലും എഴുതി വെച്ച കാര്യങ്ങളെല്ലാം രാത്രി ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്തു. അപ്പം തന്നെ ഒരു സമാധാനം കിട്ടി. അപ്പോൾ ഗുഡ് നൈറ്റ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.